വ്യാപകമായ ആക്രമണം, വ്യോമാക്രമണം, കുട്ടികളെ അടക്കം കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണത്തെ എങ്ങനെയാണ് ഇസ്രായേലും ട്രംപും ഒക്കെ ന്യായീകരിക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനിശ്ചിതത്വത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം അല്പം മുമ്പ് ഖത്തറിന്റെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ആക്രമണം ഏത് ഭാഗത്തു നിന്ന് നടന്നാലും അത് നിലവിലുള്ള ഒരു അവസ്ഥയിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം നീണ്ട കാലത്തെ ചർച്ചകളിലൂടെയും അതോടൊപ്പം തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതി ഹമാസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിന്റെ രണ്ടാം ഘട്ട നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ട ഒരു സമയത്ത് തികച്ചും ഏകപക്ഷീയമായിട്ട് ഈ ആക്രമണം നടത്തുകയും അങ്ങനെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പകുതിയിലധികം പേരും അവരെ കൊലപ്പെടുത്തുന്ന ഒരു ആക്രമണ പദ്ധതി വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് തുർക്കിയും അതോടൊപ്പം തന്നെ ഈജിപ്ത്, ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ അമേരിക്ക ഇനി ഏത് നിലപാട് കൈക്കൊള്ളും? ഈ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇസ്രായേലിന് തങ്ങളുടെ ആ വംശഹത്യ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അമേരിക്കൻ ഭരണകൂടം തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും അവരും പിന്തള്ളപ്പെടുന്നത്. പ്രത്യേകിച്ച് ഗസയുടെ യുദ്ധാനന്തര ഭാവി, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം ഉൾപ്പെടെ സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇനി അടുത്ത ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. പക്ഷേ ഇപ്പോൾ പോലും നമ്മൾ നോക്കണം ദിവ്യ, ഈ വെടിനിർത്തൽ 19 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലും റഫ അതിർത്തി തുറക്കാനോ അവിടേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കാനോ ഉള്ള ഒരു നീക്കങ്ങളും പോലും കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് റഫ അതിർത്തി തുറക്കുന്നില്ല എന്ന ചോദ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സുരക്ഷാ സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല എന്ന ഇസ്രായേലിന്റെ ന്യായീകരണത്തെ അമേരിക്കയും പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ നിർലജ്ജമായിട്ടുള്ള ഒരു കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് പകരം ആ ജനതയ്ക്ക് മേൽ വീണ്ടും ആക്രമണം നടത്തുക, അവരെ വംശഹത്യ നടത്തുക, അവർക്കുള്ള സഹായങ്ങൾ തടയുക, അവരെ വീണ്ടും കൊലപ്പെടുത്താനുള്ള പദ്ധതികളുമായിട്ട് ഒരു രാഷ്ട്രം മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക അതിന് പൂർണ്ണമായിട്ടും കൂടെ നിന്നുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് ഗസയും ഈ മേഖലയും എത്തിച്ചേരുക എന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ദിവ്യ, ഫലസ്തീൻ തടവുകാരെയൊക്കെ സന്ദർശിക്കാനുള്ള അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തിനും അനുമതി നിഷേധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. എന്തായിരുന്നു അങ്ങനെ ഒരു അനുമതി നിഷേധിക്കാൻ കാരണമായത്? ഇസ്രായേൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ അക്കാര്യത്തിൽ? ദിവ്യ, ഏതാണ്ട് നമ്മളുടെ കണക്കുകൾ പ്രകാരം 9,000-ത്തിലധികം പലസ്തീനി തടവുകാരാണ്. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ തടവറകളിൽ. അതിൽ പലരും 20-30 വർഷമായൊക്കെ തടവു ജീവിതം നയിക്കുന്നവരുണ്ട്. അവരിൽ വളരെ കുറഞ്ഞ പേരെ മാത്രമാണ് ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് വിട്ടയച്ചത്. അതും വിട്ടയച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല. അവരെ ഈജിപ്തിലേക്ക് നാടുകടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു വിഭാഗത്തിന്റെ തടവുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്ന ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിക്രൂരമായ പീഡനങ്ങളാണ് ഈ പിന്നിട്ട് 2 വർഷങ്ങളായിട്ട് തടവുകാരിൽ ഭൂരിഭാഗവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അന്തർദേശീയ ഇടപെടൽ വേണമെന്ന് റെഡ് ക്രോസ് ആവശ്യപ്പെടുകയും തങ്ങൾക്ക് അവരെ സന്ദർശിക്കാനുള്ള അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ ഈ റെഡ് ക്രോസിന് ഈ അനുമതി നൽകുന്നതിന് പകരം ഒരു നിലയ്ക്കും റെഡ് ക്രോസിന്റെ ഇത്തരം നീക്കങ്ങളെ തങ്ങൾ അംഗീകരിക്കുകയില്ല. അവർക്ക് ഇസ്രായേലിലേക്ക് വരാനോ തടവുകാരെ സന്ദർശിക്കാനോ ഉള്ള ഒരു അനുവാദവും നൽകുകയില്ല എന്നാണ് പ്രത്യേകമായി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയൊക്കെ ഖാൻ യൂനിസിൽ ഉൾപ്പെടെ വ്യാപകമായ വ്യോമാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കുട്ടികൾ ഉൾപ്പെടെ 100-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ എന്നിട്ടും ആ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചെയ്യുന്നത് എന്നതാണ് സങ്കടകരമായ കാര്യം. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.